ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. തീർച്ചയായും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാവുന്ന ഒരു സത്യമാണ്, ടെക്നോളജി നമ്മുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ കടന്നുവരവ് അത് ഉൾക്കൊള്ളാനും അത് ഏറ്റെടുക്കാനും പറ്റുന്ന ഏതൊരാൾക്കും വലിയ വലിയ മാറ്റങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ടെക്നോളജി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും എങ്ങും എത്താതെ നിൽക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കിയാൽ ടെക്നോളജിയെ എങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നേട്ടങ്ങളിലേക്ക് ഉയരാമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ലോകത്തെ ഏറ്റവും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് വിത്ത് ടെക്നോളജി ബിസിനസ് തന്നെയാണ്. നമുക്ക് അത്തരമൊരു മേഖലയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഹാളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത എന്ന് പറയുന്നത് ദ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ബൈ സോഫ്റ്റ്വെയർ കോഡർ ഹ്യൂറിസ്റ്റിക്സ് ആണ്. മനുഷ്യന്റെ ചിന്തയിൽ വരുന്ന ആശയങ്ങളെ ഒരു സോഫ്റ്റ്വെയർ കോഡ് ചെയ്തുകൊണ്ട് അത് സ്വയം കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് AI എന്ന മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം അതാണ്. സ്വന്തമായിട്ട് ഒന്നും ചെയ്യുകയല്ല, നമുക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റകൾ അനുസരിച്ച് അത് സ്വന്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. സോ AI സാധ്യതകൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. വിൻഡോസ് അതിന്റെ AI റീകോൾ എന്നൊരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. വലിയൊരു സാധ്യതയാണ് AI വിൻഡോസ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനൊരുപാട് അപകടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആ ആർട്ടിക്കിളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഗുണവും ദോഷവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഗുണകരമായി AI ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നാൽ 100% AI നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AI ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് നമുക്കിത് മനസ്സിലാക്കാനുള്ളത്. ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലാഭനഷ്ട കണക്കുകളാണ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ ഒരു ഷോർട്ട് ഫോം. ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നഷ്ടസാധ്യത ഏറാൻ ഉള്ള മേഖലകൾ, ട്രേഡിംഗ് പോലുള്ള മേഖലകൾ, അവിടെ AI സാധ്യത ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നഷ്ടസാധ്യത കുറയ്ക്കാം, എപ്പോഴും ഗ്രോത്തിലേക്ക് മാത്രം പോകാമെന്ന് ഇന്ന് ലോകത്ത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ AI ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ലാഭം മാത്രം ഓഫർ ചെയ്യുന്ന പല സിസ്റ്റങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ബിസിനസ് ആശയം, അവർ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് അതിന് പര്യാപ്തമാണോ എന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമ്മളിൽ നിന്നും എല്ലാം പിടിവിട്ട് പോയിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചില കാൽക്കുലേഷൻസ് അത് AI എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നതാണ്. അത് കമ്പ്യൂട്ടർ ഇന്റലിജൻസിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതാണ്. ടെക്നോളജി റിലേറ്റഡ് ആണ്. കമ്മ്യൂണിക്കേഷനും ലേണിംഗും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കൃത്യമായ മൈൻഡ് ഒപ്റ്റിമൈസേഷൻ അതിലേക്ക് കൊണ്ടുവന്നാൽ, അതിന്റെ റീസണിങ്ങിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ എന്തിനു വേണ്ടി ഈ സിസ്റ്റം എന്ന ചിന്താഗതി നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഏതായാലും കൃത്യമായ ഒരു AI ലോജിക്ക് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആശയം അതാണ് ടെതർ ഓഷ്യൻ, ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ടെതർ ഓഷ്യൻ നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട്. ആ കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കി എടുക്കണം. ഇതൊരു കമ്മ്യൂണിറ്റി എംപവർമെന്റ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ടോക്കന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെയും ഒരു സമന്വയിത രൂപമാണ് ടെതർ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇവരുടെ അപ്രോച്ച് ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ വിർച്വൽ ടോക്കണിലൂടെ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയുന്ന മേഖലയുടെ ഒരു സൊല്യൂഷൻ, വളരെ വ്യക്തമായ ഒരു കൊഹസീവ് എൻവയോൺമെന്റ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രോസ്പെരിറ്റിക്ക് അത് കാരണമായി തീരും നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്കിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമോ വേണ്ടയോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണോ അല്ലയോ, നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. ആ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കണം. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഡിജിറ്റൽ ടോക്കണിന്റെ സാധ്യത എന്താണ്, ദി ഡെഫി പ്രൊജക്റ്റിൽ ഈ സാധ്യത എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് മാറും, ആ യൂണിറ്റി നമുക്ക് കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ടെതർ ഓഷ്യന്റെ കീ ഫീച്ചേഴ്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് സ്റ്റെബിലിറ്റി ആങ്കേർഡ് ഇൻ ടെതർ, USDT എന്ന ക്രിപ്റ്റോ കറൻസി വഴി ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും USDT വഴി ലോകവ്യാപകമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമായിട്ട് ടെതർ ഓഷ്യൻ അവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു.
ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്ന USDT വഴിയാണ്. USDTയുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ സിസ്റ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലാകണമോ? നമ്മുടെ ജീവിതത്തിലേക്ക് USDTയുടെ ഒരു പൈപ്പ് ലൈൻ കണക്ട് ചെയ്യണമോ? ആ USDT പൈപ്പ് ലൈൻ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും വളരെ എളുപ്പത്തിൽ. ഇന്നോവേറ്റീവായ ലിക്വിഡിറ്റി പൂള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടെതർ ഓഷ്യൻ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും ഇനി സംസാരിക്കാൻ പോകുന്നത് ടെതർ ഓഷ്യന്റെ ഹിസ്റ്ററി ആയിരിക്കും. ടെതർ ഓഷ്യൻ അന്ന് വന്നു, ഇങ്ങനെയാക്കി, ഇങ്ങനെയാകും, ഇങ്ങനെയായി, ഇത്രയും ആളുകളെ കോടീശ്വരന്മാരാക്കി മാറ്റി, ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ചർച്ചകളിലേക്ക് ഇന്ന് ലോകം മാറാൻ പോവുകയാണ്. അതിന് അടിസ്ഥാനം ഇന്നോവേറ്റീവായ ലിക്വിഡിറ്റി പൂള് തന്നെയാണ്. ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ടെതർ ഓഷ്യൻ കൊണ്ടുവരുന്ന ഒന്നല്ല. ലിക്വിഡിറ്റി പൂളാണ് എല്ലാ സംരംഭത്തിന്റെയും അടിസ്ഥാനപരമായ തത്വം. പക്ഷെ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതിൽ ടെതർ ഓഷ്യന്റെ ഡെവലപ്പേഴ്സ് വിജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിജയം. സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസ് മുന്നോട്ട് വെച്ചുകൊണ്ട് ടെതർ ഓഷ്യൻ വളരെ വ്യക്തമായ ഒരു അടിസ്ഥാനം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാ ട്രാൻസാക്ഷൻസും BEP20 പ്ലാറ്റ്ഫോമിൽ സെക്യൂർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓരോ ഇൻഡിവിജ്വലിനും ചെക്ക് ചെയ്യാൻ സാധിക്കും. ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ട്രാൻസ്പെറൻസി ചെക്ക് ചെയ്ത് അഷ്വർ ചെയ്ത് അതിന്റെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. സോ എല്ലാം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു ആശയം, അതാണ് ടെതർ ഓഷ്യൻ ഏറ്റവും പ്രധാന പ്രത്യേകത. ഈ ടെതർ ഓഷ്യന്റെ ഈ സിസ്റ്റം ഒരു സ്റ്റേബിൾ ഇക്കോ സിസ്റ്റം, ഒരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ സിസ്റ്റം അതൊരു ബ്രിഡ്ജ് ആയിരിക്കും. ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫ്യൂച്ചറിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ്. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. ട്രേഡിംഗ് മേഖലയിലൂടെ ധാരാളം ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എല്ലാം വളരെ വ്യക്തമായ രൂപത്തിൽ പരിഹരിക്കുന്ന, അത് തിരുത്തി എഴുതാൻ പോകുന്ന ഒരു സയൻസ് ആണ് ടെതർ ഓഷ്യന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ഞാൻ ഈ സെന്റൻസ് പറയുമ്പോൾ ട്രേഡിംഗ് മേഖല ഇൻവോൾവ് ആൾക്കാർ ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഇതെങ്ങനെ നടക്കും? കാരണം ബയേഴ്സ് മാർക്കറ്റ് കൂടുമ്പോൾ വില കൂടും, നാച്ചുറൽ. പക്ഷെ സെല്ലേഴ്സ് മാർക്കറ്റ് കൂടിയാൽ വില കുറയണം. അങ്ങനെ കുറയാത്തൊരു ആശയം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? പക്ഷേ ടെതർ കോയിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. സിസ്റ്റത്തിൽ ബൈ നടക്കുന്നുണ്ടോ, സെല്ല് നടക്കുന്നുണ്ടോ? 1000 പ്രാവശ്യം ബൈ നടന്നു, 1000 പ്രാവശ്യം സെല്ല് നടന്നു, 2000 പ്രാവശ്യം വില കൂടിയിട്ടുണ്ടാകും. അത് പോസിബിൾ ആണോ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണത് പോസിബിൾ ആക്കുന്നത്, അതിനുവേണ്ടി എന്ത് ടെക്നോളജിയാണ് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് എത്തരത്തിൽ AI സാധ്യത ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, 100% അടിവരായിട്ട് പറയാവുന്ന അഡ്വാൻറ്റേജ്, നോ റഗ് പുൾ എന്നുള്ളത് തന്നെയാണ്. റഗ് പുൾ ഇല്ലാത്തൊരു സിസ്റ്റം എന്ന് നമുക്ക് 100% അവകാശപ്പെടാൻ സാധിക്കും. എന്തുകൊണ്ട്? മാർക്കറ്റിൽ അവൈലബിൾ ആയ പല സിസ്റ്റം നമ്മൾ കാണുമ്പോൾ വലിയൊരു പ്രൊജക്റ്റുമായിട്ട്, വലിയൊരു സാധ്യതയുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് വരും, ഒരു മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും, വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യും, ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി പോകും. അത്തരത്തിലൊരു റഗ് പുൾ സിറ്റുവേഷൻ ഒരിക്കലും ടെതർ കോയിനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അതിനുള്ള ടെക്നോളജി എത്രമാത്രം ബ്രില്യൻ്റ് ആണ്, നമുക്ക് ഓരോരുത്തർക്കും അത് പരിശോധിക്കാൻ എന്ത് കാര്യമാണുള്ളത്. അത് പരിശോധിക്കാൻ നമുക്ക് നേരെ പോകേണ്ടത് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്കാണ്. ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിന്റെ ബ്ലോക്ക് ചെയിൻ BSC സ്കാനിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് ടെതർ ഓഷ്യൻ എന്ന സിസ്റ്റത്തിന്റെ BSC സ്കാനിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിംഗ് പേജ് ആണ്. ഇത് ബ്ലോക്ക് ചെയിന്റെ വെബ് പേജ് ആണ്. നമുക്ക് അതിന്റെ അഡ്രസ്സ് നോക്കി കാണാൻ പറ്റും. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും എടുക്കാം. വേണ്ട, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളെ സമീപിച്ചാൽ ഇതിന്റെ ലിങ്ക് അയച്ചു തരാൻ അവർ തയ്യാറാകും. സിസ്റ്റത്തിലുള്ള ആളുകളാണെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ അതിലേക്ക് പോകാനുള്ള ലിങ്ക് സിസ്റ്റം തന്നെ കൊടുത്തിട്ടുമുണ്ട്. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ അനാലിസിസിന് വിധേയമാക്കാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോ $32,753 നിലവിൽ ഈ സിസ്റ്റത്തിൽ ഹോൾഡിംഗിൽ ഉണ്ട്. അതായത് ഇതിന്റെ ലിക്വിഡിറ്റി $32,753 ഇപ്പോ ഉണ്ടെന്നർത്ഥം. അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ട്രാൻസാക്ഷൻസ് എടുത്ത് പരിശോധിച്ചാൽ ആ ട്രാൻസാക്ഷൻസിൽ ഓരോ ട്രാൻസാക്ഷനെയും നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. 2 മണിക്കൂർ മുമ്പാണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ നടന്നത്. 3 മണിക്കൂർ മുമ്പ്, 4 മണിക്കൂർ മുമ്പ്, 4 മണിക്കൂർ, 5 മണിക്കൂർ, ഇങ്ങനെ ഓരോ സമയത്ത് നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ട്രാൻസാക്ഷൻസിന്റെ പേജുകൾ ഓരോന്നും എത്ര എമൗണ്ടിന്റെ ആണ്, ഇപ്പൊ ലാസ്റ്റ് നടന്ന 2 മണിക്കൂർ ട്രാൻസാക്ഷൻ എത്ര എമൗണ്ടിന്റെ ആണ് നമുക്ക് നോക്കാം. ടോക്കൺ ട്രാൻസ്ഫേഴ്സ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ എമൗണ്ട് വരെ കാണാൻ പറ്റും. 0.024687 ആണ് ഇവിടെ നടന്ന ട്രാൻസാക്ഷൻ. അതായത് വളരെ ചെറിയ എമൗണ്ട് പോലും വിഡ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്നും, കാരണം ഇവിടെ ഔട്ട് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യുന്നതാണ്, വളരെ ചെറിയ എമൗണ്ട് വിഡ്രോ ചെയ്യാനും ഈ സിസ്റ്റം നമ്മളെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്.
$44 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, $19.6 ട്രാൻസാക്ഷൻ. ഇൻ വന്നത് $20 ട്രാൻസാക്ഷൻ ആണ്. ഔട്ടും ഇന്നുമായിട്ട് ധാരാളം ട്രാൻസാക്ഷൻ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇവന്റിലേക്ക് പോയാൽ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഈ 2 മണിക്കൂർ മുമ്പ് നടന്ന ട്രാൻസാക്ഷൻസും കൃത്യമായി ബ്ലോക്ക് ചെയിനിൽ തന്നെയാണ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ലോഗ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ സിസ്റ്റം നടന്നത്, അതിന്റെ സോഫ്റ്റ്വെയർ കോഡിംഗ്, അതിന്റെ ആക്ഷൻ, അത് കൃത്യമായിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ ഇവന്റിലൂടെ കാണാൻ സാധിക്കും. അനാലിറ്റിക് എന്ന ഹെഡിങ്ങിലേക്ക് പോയാൽ അവിടെ ട്രാൻസാക്ഷൻസിന്റെ മെത്തേഡ് ഒരു അനാലിസിസ് വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാർച്ച് 21 സ്റ്റാർട്ട് ചെയ്ത സിസ്റ്റം മെയ് 22 എത്തിയപ്പോൾ ഏത് രൂപത്തിലാണ് ആ ട്രാൻസാക്ഷന്റെ വോളിയം പോയത്, ഒരു ആവറേജ് ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത സിസ്റ്റം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു സഡൻ ഗ്രോത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അടുത്ത സമയത്ത് തന്നെ ഉണ്ടാകും. കാരണം ഇതിന്റെ കോൺട്രാക്ട് എന്ന ഓപ്ഷനിൽ പോയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിസ്റ്റത്തിന്റെ റീഡ് കോൺട്രാക്ട് എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോയാൽ അവിടെ സിസ്റ്റത്തിന്റെ എല്ലാ മെനുകളും ഉണ്ട്. 22ാമത്തെ മെനു യൂസർ ഐ ഡി എന്ന മെനു ആണ്. നമുക്ക് കാണാം 574 യൂസേഴ്സ് ആണ് സിസ്റ്റത്തിലുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു അനാലിസിസ് മീറ്റിംഗിൽ 574 എന്ന യൂസേഴ്സ് വന്നപ്പോ അവിടെ നിന്ന് ഒരു 1000 യൂസേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള 1000 യൂസേഴ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റ് എക്സ്പാൻഷൻ ഞങ്ങൾ ഒന്ന് വിലയിരുത്തുകയുണ്ടായി. ആ എക്സ്പാൻഷൻ വളരെ അധികം ബ്യൂട്ടിഫുൾ ആണ്. സോ ഈ സിസ്റ്റത്തിന്റെ സാധ്യതകളെല്ലാം നമുക്ക് തന്നെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, ഈ സിസ്റ്റത്തിലൂടെ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യത ഓപ്പൺ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, ഇത്ര സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഈ സോൾഡ് ആയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തേണ്ട ഒരുപാട് സാധ്യതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോ ആ സാധ്യതയിലേക്ക് പോകുമ്പോൾ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പ്രീ മൈൻഡ് കോയിൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ സിസ്റ്റം പറയുന്ന അഡ്വാൻറ്റേജ് ആണ്. പ്രീ മൈൻഡ് കോയിൻസ് ഇല്ല. സാധാരണ ടോക്കൺസ് എല്ലാം മാർക്കറ്റിൽ വരുമ്പോൾ ഞങ്ങൾ 1 മില്യൺ ടോക്കൺ ഉണ്ട്, അല്ലെങ്കിൽ 10 മില്യൺ ടോക്കൺ ഉണ്ട്, അല്ലെങ്കിൽ 1 ബില്യൺ ടോക്കൺ ഉണ്ട്, 100 ബില്യൺ ടോക്കൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. എന്നിട്ടോ അതിലൊരു പെർസെൻറ്റേജ് ഞങ്ങൾ ഹോൾഡ് ചെയ്യും, ഒരു പെർസെൻറ്റേജ് ഞങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ മാർക്കറ്റ് ചെയ്യും, ഒരു പെർസെൻറ്റേജ് ഞങ്ങൾ ബേൺ ചെയ്ത് കളയും, എക്സ്ചേഞ്ചിൽ വരുമ്പോൾ ബേൺ ചെയ്ത് കളയും, ഒരു പെർസെൻറ്റേജ് ഞങ്ങൾ സ്റ്റേക്ക് ചെയ്യും. അങ്ങനെ പല രൂപത്തിലായിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലാനൊക്കെ അതിന്റെ വൈറ്റ് പേപ്പറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ രസകര സത്യം, ഈ വൈറ്റ് പേപ്പറും കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്ത് നമ്മൾ മുന്നേറി നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ സിസ്റ്റം ഇല്ലാണ്ടായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരനുഭവമല്ല, 2 അനുഭവമല്ല, 10 അനുഭവമല്ല, 100 കണക്കിന് 1000 അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ പ്രീ മൈൻഡ് കോയിൻ ഇല്ല. ഇവർ മാർച്ച് 21 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 കോയിനിലാണ്. ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് അവർ എത്രമാത്രം ആവശ്യക്കാരായി വരുന്നുണ്ടോ, എത്ര എമൗണ്ട് കൊണ്ടാണോ അദ്ദേഹം വാങ്ങാൻ തയ്യാറാവുന്നത്, അതിനെ ബേസ് ചെയ്ത് മാത്രം മൈൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് ഇതിന്റെ കോയിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര കോയിൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ, ഇതിൽ നിന്ന് ഒരു കോയിൻ പോലും എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യില്ല പുതിയൊരു ആവശ്യക്കാരൻ വന്നില്ലെങ്കിൽ. ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് മാത്രമേ കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. 4ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചു, കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. ഈ സിസ്റ്റത്തിലുള്ള കോയിനുകൾ വിറ്റഴിക്കപ്പെടുമ്പോൾ അത് ബേൺ ചെയ്ത് കളയും. 1 ലക്ഷം കോയിൻ ഈ സിസ്റ്റത്തിലുണ്ട്, അതിൽ 10,000 കോയിൻ ഒരാൾ സെറ്റ് ചെയ്താൽ പിന്നെ കോയിൻ 90,000 കോയിൻ മാത്രമേ ഉണ്ടാകൂ. എത്ര കോയിൻ സെല് ചെയ്യുന്നു അത്രയും കോയിൻ ബേൺ ചെയ്ത് കളയും. സോ വിച്ച് കൺട്രോൾ ദ ടോട്ടൽ സപ്ലൈ. മാർക്കറ്റിലേക്കുള്ള കോയിൻ സപ്ലൈ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് ആനുപാതികമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സയൻസും ടെതർ കോയിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ ഈ ആശയത്തിന്റെ പവർ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഒരു തിരിച്ചറിവിലേക്ക് വരണം. ഒരു കോയിന്റെ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ ഒരു ടോക്കന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് 1 സെന്റ്, 2 സെന്റ്, 10 സെന്റ്, 20 സെന്റ്, $1, $2, $5, $10, $60, $70 എന്നൊക്കെ എത്തിയിട്ട് പിന്നെ $50, $40, $30, $20, $10, 10 സെന്റ്, പിന്നെ ഒന്നുമില്ല, അവസാനം കോയിൻ മാത്രം ബാക്കി. ഇങ്ങനെയുള്ള ധാരാളം പ്രൊജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കാൽക്കുലേഷൻ ആരും മനസ്സിലാക്കി തന്നിട്ടില്ല. വാല്യൂ ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അസറ്റ് ആണ്. എത്ര ലിക്വിഡിറ്റി ഉണ്ട് അതിനെ നമ്പർ ഓഫ് അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ കോയിന്റെ വാല്യൂ കിട്ടും. ഉദാഹരണം, $10,000 ലിക്വിഡിറ്റി ഉള്ള ഒരു സിസ്റ്റം, 10,000 കോയിൻ മാർക്കറ്റിലുണ്ടെങ്കിൽ ആ കോയിന്റെ വാല്യൂ $1 എന്നായിരിക്കും. സോ ടെതർ ഓഷനിൽ ഈ ബാലൻസ് നിലനിർത്താൻ എന്താണ് ചെയ്യുന്നത്? അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 10,000 ടോക്കന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുന്നു. 10,000 കോയിൻ മാർക്കറ്റിലുണ്ട്, $10,000 ഉണ്ട്, $1 വിലയുണ്ട്. ഈ സമയത്ത് ഒരു 1000 കോയിൻ ഒരാൾ സെല്ല് ചെയ്യുന്നു. സിസ്റ്റത്തിൽ കോയിന്റെ എണ്ണം അവിടെ തന്നെ നിൽക്കും, 10,000. പക്ഷേ ലിക്വിഡിറ്റി അവിടെ സെല്ല് ചെയ്യപ്പെടുമ്പോൾ അത്രയും കുറയും. കാരണം $1 വിലയുള്ള സമയത്ത് 1000 കോയിൻ സെല്ല് ചെയ്താൽ $1000 കുറയും, ബാക്കി $9,000 ആയിട്ട് മാറും.
സോ 90,000 ഡിവൈഡ് ബൈ 10,000 എന്ന് പറയുമ്പോൾ കോയിന്റെ വില മാറി 90 സെന്റ് ആയിട്ട് മാറി. അപ്പൊ 90 സെന്റ് വിലയുള്ള സമയത്ത് ഒരു 5,000 കോയിൻ ഒരാൾ സെല് ചെയ്യുന്നു. കോയിന്റെ എണ്ണം അപ്പോഴും 10,000 തന്നെയാണ്, കാരണം പ്രീ മൈൻഡ് കോയിൻ ആണ്, ഒരിക്കലും മാറ്റം വരില്ല. പക്ഷെ ലിക്വിഡിറ്റി 9,000 നിന്ന് 5,000 കോയിൻ 90 സെന്റ് വെച്ച് സെല് ചെയ്യുമ്പോൾ $4,500 കൊടുക്കണം. സോ 9,000 4,500 കുറഞ്ഞു 4,500 ആയിട്ട് ലിക്വിഡിറ്റി മാറി. 4,500 ഡിവൈഡ് ബൈ 10,000 45 സെന്റ് ആയിട്ട് വില കുറഞ്ഞു പോയി. ഈ കാൽക്കുലേഷൻ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമ്പോൾ ഇൻപുട്ട് ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ സാധാരണ ടോക്കണുകൾ എന്ത് സംഭവിക്കും? സീറോ വാല്യൂ ഉള്ള ടോക്കണായിട്ട് മാറും. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന അവസ്ഥ മാത്രം മാറും. നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ ടെതർ കോയിൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ലിക്വിഡിറ്റിയും ഇതിന്റെ വാല്യൂവും ബാലൻസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ബൈങ് നടക്കുന്ന സമയത്ത് 35% 52% എന്ന അനുപാതത്തിലാണ്. സെല് ചെയ്യുന്ന സമയത്ത് 10% ബേണിംഗ് എന്ന പ്രോസസ്സിലാണ്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സും എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട ഈ സിസ്റ്റത്തിൽ. അതിന് ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കൂ, ഈ ടേബിളിൽ 16 ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻസും ബൈയും സെല്ലുമായിട്ട് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ബൈ നടക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു, ഓരോ സെല്ല് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ആദ്യത്തെ ട്രാൻസാക്ഷൻ ആയിട്ട് $1 ആണ് ഇതിന്റെ വാല്യൂ ആയിട്ട് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ $1 വിലയുള്ള സമയത്ത് ഇവിടെ ഫൈനൽ കോയിൻ 0 ആണ്, ലിക്വിഡിറ്റിയും 0 ആണ്. അപ്പൊ കോയിൻസ് ഒന്നുമില്ല, ഒരു ലിക്വിഡിറ്റിയും ഇല്ല, സിസ്റ്റം തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യം ഒരാൾ $100 കൊണ്ട് വാങ്ങുന്നു. സിസ്റ്റം ചെയ്യുന്ന ഒരു മെത്തേഡ് 35% 52% അനുപാതത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്. ഒരാൾ $100 കൊണ്ട് വാങ്ങുമ്പോൾ അയാൾ മുടക്കിയ പൈസയുടെ 35% തുല്യമായ കോയിൻ ആ സമയത്ത് ബൈയിങ് പ്രൈസിൽ അവർക്ക് കൊടുക്കും. അവർ മുടക്കിയ പൈസയുടെ 52% ലിക്വിഡിറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ $1,00,000 കൊണ്ടാണ് അവർ വാങ്ങുന്നതെങ്കിൽ $35,000 തുല്യമായിട്ടുള്ള കോയിൻ കൊടുക്കും. എന്നിട്ട് 52,000 കോയിൻ ലിക്വിഡിറ്റിയിൽ വയ്ക്കുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ 35,000 കോയിൻ വന്നപ്പോൾ $52,000 ലിക്വിഡിറ്റി വന്നു. സിമ്പിൾ കണക്കിലേക്ക് നോക്കാം. $100 വന്നപ്പോൾ 35% കോയിന് തുല്യമായിട്ടുള്ള കോയിൻ കൊടുത്തു. $1 ആണ് വിലയുള്ളത് കൊണ്ട് ഇവിടെ 35 കോയിൻ കസ്റ്റമർക്ക് ഹോൾഡിംഗ് കിട്ടി. സോ ഫൈനൽ കോയിൻ 35 ആണ്, ലിക്വിഡിറ്റി 52 ആയി. സോ 52 ലിക്വിഡിറ്റിയും 35 കോയിനും വന്നു കഴിഞ്ഞപ്പോൾ പുതിയൊരു ബൈയിങ് പ്രൈസ് സെറ്റായി. 52 ഡിവൈഡ് ബൈ 35 1.4857. നോക്കൂ, വീണ്ടും $100 ഒരാൾ വാങ്ങിയാൽ 1.4857 എന്ന റേറ്റിലാണ് അദ്ദേഹത്തിന് കോയിൻ കൊടുക്കുക. എത്ര കോയിൻ കൊടുക്കും? $35 തുല്യമായിട്ടുള്ള കോയിൻ കൊടുക്കും. കാരണം 35% വാല്യൂ ഉള്ള കോയിൻ ആണ് അവിടെ കൊടുക്കുന്നത്. സോ 1.4857 പ്രകാരം $35 അവിടെ കിട്ടുന്നത് 23.55 കോയിൻ ആയിരിക്കും. സോ ഫൈനൽ കോയിൻ 58.55 ആയിട്ട് മാറി, ലിക്വിഡിറ്റി 104 ആയിട്ട് മാറി. സോ 104 ഡിവൈഡ് ബൈ 58.55 എന്ന് പറയുമ്പോൾ പുതിയ ബൈയിങ് പ്രൈസ് സെറ്റായി 1.7760. ഇതനുസരിച്ച് പുതിയ കോയിൻ വീണ്ടും വാങ്ങുന്ന സമയത്ത് 19.70. സോ കോയിന്റെ എണ്ണം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ബൈയിലും, അല്ലേ? എന്തുകൊണ്ടെന്നറിയോ? കറൻസിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് 35% കോയിൻ ഡോളറിനുള്ള തുല്യമായിട്ടുള്ള കോയിൻ ആണ് കൊടുക്കുക. സോ എണ്ണം കുറയുന്നു, പക്ഷെ മൂല്യം സെയിം ആണ്. എത്ര കാലം കഴിഞ്ഞാലും 10 വർഷത്തിന് ശേഷം ഈ സിസ്റ്റം ഒരാൾ വന്നാലും അയാൾക്കും കിട്ടുന്നത് $35 വർത്തുള്ള, $100 വാങ്ങുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് $35 വർത്തുള്ള കോയിൻ ആയിരിക്കും. പക്ഷെ 0.000 സംതിങ് ടെതർ കോയിൻ ആയിരിക്കും ഇവിടെ കിട്ടുക. ആ സമയത്തും $52 ലിക്വിഡിറ്റിയിൽ കയറുന്നുണ്ടാകും. സോ ലിക്വിഡിറ്റിയും കോയിന്റെ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് മാറുമ്പോൾ പുതിയ ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെറ്റ് ആവും. നോക്കൂ, ബൈയിങ് പ്രൈസ് വരുന്ന സമയത്തെല്ലാം പഴയ ബൈയിങ് പ്രൈസ് പുതിയ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറുകയാണ്. കണ്ടോ, 1.99 ഉള്ള സമയത്ത് അവിടെ നിന്ന് പുതിയ ബൈയിങ് പ്രൈസ് വന്നു, പഴയ ബൈയിങ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറി. ഇതാണ് സിസ്റ്റം. ഒരു സിമ്പിൾ ലോജിക്കേ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഈ ലോജിക്ക് ഉപയോഗിച്ച് സെല്ല് നടക്കുമ്പോഴും ബൈ നടക്കുമ്പോഴും പ്രൈസ് അപ്ഡേഷൻ നടക്കുന്നു. അത് കൂടുന്ന രൂപത്തിൽ മാത്രമാണ്, ഒരിക്കലും കുറയുന്ന രൂപം ഇവിടെ വരില്ല. നോക്കൂ, സെല്ലിലേക്ക് നോക്കൂ. ഇവിടെ 95.8239 കോയിനുള്ള സമയത്ത് 25 കോയിൻ ഒരാൾ സെല്ല് ചെയ്യുന്നു. ഏത് പ്രൈസിൽ? 1.9932 പ്രൈസിൽ. സോ അവിടെ ആ 25 കോയിൻ ബേൺ ചെയ്ത് കളയാണ്. അവിടെ സിസ്റ്റത്തിൽ പിന്നെ ആ കോയിൻ ഇല്ല. സോ 95 നിന്ന് 25 കുറഞ്ഞ ബാക്കി 70.82. ലിക്വിഡിറ്റിയോ $208 ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ സെല്ല് ചെയ്ത ആൾക്ക് എമൗണ്ട് കൊടുത്തേ പറ്റൂ. 25 കോയിന് 1.99 വെച്ചിട്ട് എത്ര ഡോളർ കൊടുക്കണം? ആ കൊടുക്കേണ്ട എമൗണ്ടിന്റെ 10% സിസ്റ്റത്തിന് ഹോൾഡ് ചെയ്യും, 90% റിലീസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ആ 90% റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി $163.15 ആയി. സോ ഈ ലിക്വിഡിറ്റിയും ഈ കോയിന്റെ എണ്ണം വെച്ച് പുതിയ ബൈയിങ് പ്രൈസ് സെറ്റായി. അതനുസരിച്ച് വീണ്ടും ബൈ നടക്കുന്നു, വീണ്ടും സെല്ല് നടക്കുന്നു. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എത്ര ട്രാൻസാക്ഷൻ നടന്നാലും, എത്രമാത്രം ആധികാരികമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചാലും
എത്ര 1000, 10,000, ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ എക്സൽ വർക്ക്ഷീറ്റിൽ വർക്ക് ചെയ്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഒരാൾ തയ്യാറാക്കി വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് എങ്കിൽ പോലും ഈ സിസ്റ്റത്തിൽ, ടെതർ പോർഷൻ എന്ന സിസ്റ്റത്തിൽ ഒരിക്കൽ പോലും ലിക്വിഡിറ്റി സീറോ ആയി പോകുന്ന സാഹചര്യം വരില്ല. കോയിൻ ഒരു പക്ഷേ സീറോ ആയി പോവാം, കാരണം നിലവിൽ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ മുഴുവൻ സെല് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, 15ാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 10 കോയിൻ സെല് ചെയ്തു. ഇവിടെ ലാസ്റ്റ് 10.98 കോയിനേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് 10 കോയിൻ സെല് ചെയ്യുമ്പോൾ 0.98 കോയിനായിട്ട് മാറി. അപ്പോഴും ലിക്വിഡിറ്റി ബാലൻസ് ഉണ്ട്. ഒരിക്കൽ പോലും ലിക്വിഡിറ്റി സീറോ ആയി പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അവിടുന്ന് വീണ്ടും സിസ്റ്റത്തിന്റെ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് സിസ്റ്റം മാറുകയും ചെയ്യും. സോ സുഹൃത്തുക്കളെ, ഇത് വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഇതൊരു ചേഞ്ച് ആണ്. ഈ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? അഡോപ്റ്റ് ചേഞ്ച്. ട്രേഡിംഗിൽ ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ സയൻസിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് മാർക്കറ്റിലേക്ക് പ്രചരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇവിടെ വലിയൊരു ബിസിനസ് സാധ്യതയുണ്ട്. ഈ ആശയത്തിന്റെ സയൻസ് വ്യക്തമായി പഠിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്താൽ ടെതർ കോയിൻ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ 100% ഡീസെൻട്രലൈസ് സിസ്റ്റമാണ്. AI എല്ലാ സാധ്യതയോടും ഉപയോഗിച്ചിട്ടുണ്ട്. BB20 പ്ലാറ്റ്ഫോമിൽ അല്ലാതെ ഈ സിസ്റ്റത്തിന്റെ ഒരു ട്രാൻസാക്ഷൻസും കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല. ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻസും ഈ സിസ്റ്റത്തിന് ഇല്ല. ഇത് അടിവരയിട്ട് എഴുതാൻ പറ്റുന്ന സാഹചര്യം, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം, ഓപ്പൺ ആക്കി കാണിച്ചു തരാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. റിയൽ ടൈം ബൈ ആൻഡ് സെൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ സെൽ എന്ന ഓപ്ഷനിലേക്ക് ഒരാൾ വരണമെങ്കിൽ അയാളുടെ കയ്യിൽ 1000 കോയിൻ ഉണ്ട്. അതിൽ 500 കോയിൻ അയാൾക്ക് സെല് ചെയ്യണം. ഒന്നും ചെയ്യേണ്ട, പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുക, സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, 500 എന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. പ്രോസസ് കംപ്ലീറ്റ് ചെയ്താൽ അപ്പൊ തന്നെ അതിന് ഈക്വൽ ആയിട്ടുള്ള USDT അവർക്ക് കിട്ടിക്കഴിയും. വാങ്ങണമോ? USDT വാലറ്റിൽ വെക്കുക, സിസ്റ്റത്തിൽ കയറുക, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എത്ര എമൗണ്ടിന് വാങ്ങണം ടൈപ്പ് ചെയ്യുക, പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമായ കോയിൻ ആയി കഴിഞ്ഞു. സോ റിയൽ ടൈം ബൈ ആൻഡ് സെൽ, റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്. ഈ സിസ്റ്റത്തിൽ 43% പേ ഔട്ട് ആണ്, വരുമാനമാണ്. നമുക്ക് ആവശ്യമുള്ളതും വരുമാനമാണ്. ഇന്ന് ലോകം മുഴുവൻ വരുമാനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വരുമാനത്തിന് വേണ്ടി കേടുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യമാണ്. സോ 43% വരുന്ന ആ പേ ഔട്ട് റിയൽ ടൈം ആണ്. അവിടെ കാത്തിരിപ്പില്ല, ക്ലോസിംഗ് ടൈം അങ്ങനെ ഒന്നുമില്ല. വരുന്ന വരുമാനം അപ്പൊ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മളിപ്പോ ബ്ലോക്ക് ചെയിനിൽ കണ്ടു, $0.02 വരെ വിഡ്രോ ചെയ്ത സാഹചര്യം കണ്ടു. അതിന്റെ അർത്ഥം ഇതിൽ വിഡ്രോ ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻസും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ഏത് സമയത്തും എത്ര പ്രാവശ്യം വേണം നിങ്ങൾ വിഡ്രോ ചെയ്തോളൂ. അതിനാവശ്യമായ ഗ്യാസ് ഫീ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടാവണമെന്ന് മാത്രം. BP20 പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് BNB ആണ് ഗ്യാസ് ഫീ ആയിട്ട് വെക്കേണ്ടത്. സോ ഈ സിസ്റ്റത്തിൽ ഒരാൾ വരണമെങ്കിൽ അയാൾക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും വരാം. $20 ആണ് ഏറ്റവും മിനിമം എമൗണ്ട്. അതിൽ താഴെ ഒരാൾക്ക് വാങ്ങാം. $19 ഒരാൾക്ക് വാങ്ങാൻ പറ്റില്ല. എന്നാൽ $21, $22, $25, $30, $35, $40, മാക്സിമം 1000. ഇതാണ് ഒരു ബൈയിങ്ങിന്റെ പാക്കേജ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക അനുപാതത്തിൽ ഇത്ര വേണം, ഇത് കഴിഞ്ഞാൽ ഇത്ര, അങ്ങനെയൊന്നുമില്ല. 20 മുതൽ 1000 വരെയുള്ള ഏത് എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെ വാങ്ങുമ്പോൾ എത്ര എമൗണ്ട് കൊണ്ടാണ് വാങ്ങിയത്, അതിന്റെ 35% വിലയുള്ള കോയിൻസ് അപ്പൊ തന്നെ ഹോൾഡിംഗ് കിട്ടും. ആ ഹോൾഡിംഗ് കിട്ടിയ കോയിൻ തൊട്ടടുത്ത ട്രാൻസാക്ഷൻ എന്നാൽ അപ്പൊ തന്നെ വില കൂട്ടിയിട്ടുണ്ടാവും. കാരണം സിസ്റ്റത്തിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഈ കോയിന്റെ വില കൂട്ടിക്കൊണ്ടേയിരിക്കും. സോ ഈ സിസ്റ്റത്തിൽ വലിയ സാധ്യത നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സിസ്റ്റം 2 ലിമിറ്റുകൾ വച്ചിട്ടുണ്ട്. ഒന്ന് കോയിൻ സെല്ല് ചെയ്യുമ്പോൾ ലിമിറ്റ് ആണ്, വേറെ ഒന്ന് ഇൻകം വിഡ്രോ ചെയ്യുമ്പോൾ ലിമിറ്റ് ആണ്. കോയിൻ സെല്ലിൽ ലിമിറ്റ് ഇതാണ്, നമ്മുടെ പാക്കേജ് ഏതാണോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻ മാത്രമേ സെല് ചെയ്യാൻ സാധിക്കൂ. $20 ആണ് നമ്മുടെ പാക്കേജ്, $40 തുല്യമായ കോയിൻ വിൽക്കാം. $100 ആണ് നമ്മുടെ പാക്കേജ്, എങ്കിൽ $200 തുല്യമായ കോയിൻ കൊടുക്കാം. അതിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിലോ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എടുത്താൽ $100 ഞാൻ വാങ്ങിയപ്പോ 0.1277 എന്ന പ്രൈസ് ആയിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത്, ഏപ്രിൽ 2-ാം തീയതി, ഈ 2024 ഏപ്രിൽ 2-ാം തീയതി. അന്ന് 273 കോയിനാണ് എനിക്ക് ലഭിച്ചത്. സോ $1 വില എത്തുമ്പോൾ ഞാൻ വിൽക്കാൻ ശ്രമിച്ചാൽ എനിക്ക് $273 വിൽക്കാൻ സാധിക്കും. പക്ഷെ എന്റെ പാക്കേജ് 100 ആയതുകൊണ്ട് $200 തുല്യമായത് എനിക്ക് കൊടുക്കാൻ സാധിക്കും. ബാക്കി $73 തുല്യമായ കോയിൻ അപ്പോഴും ഹോൾഡിംഗിൽ ഉണ്ടാകും. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ ഒന്ന് വീണ്ടും ഒരു റീബൈ ചെയ്യണം. $20 കൊണ്ട് വീണ്ടും റീബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ $40 വീണ്ടും കൊടുക്കാം. വീണ്ടും $20 ചെയ്താലോ വീണ്ടും $40 കൊടുക്കാം. പക്ഷെ എൻ്റെ അടുത്ത് $73 ഉള്ളൂ. $40 കഴിഞ്ഞാൽ ബാക്കി 33 ഉള്ളൂ. സോ റീബൈയിലൂടെ എൻ്റെ വിഡ്രോ ലിമിറ്റ് എനിക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെയാണ് ഇൻകവും. നമ്മുടെ പാക്കേജിന്റെ 3 ഇരട്ടി മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ $100 പാക്കേജ് ഉള്ള എനിക്ക് $300 വരെ വിഡ്രോ ചെയ്യാം. അതിൽ കൂടുതൽ വരുമാനം വന്നാലോ, വരുമാനം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ എനിക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ സമയത്ത് എൻ്റെ വിഡ്രോ ലിമിറ്റ് കൂട്ടണം. എന്ത് ചെയ്യണം? ഞാൻ ടോപ്പ് അപ്പ് ചെയ്യണം. സോ 300 വിഡ്രോ ചെയ്തു, 100 എടുത്തിട്ട് വീണ്ടും ടോപ്പ് അപ്പ് ചെയ്തു, വീണ്ടും 300 വിഡ്രോ ചെയ്യാം, വീണ്ടും 100 ടോപ്പ് അപ്പ് ചെയ്തു, വീണ്ടും വിഡ്രോ ചെയ്യാം, വീണ്ടും ടോപ്പ് അപ്പ് 20 ചെയ്തോളൂ.
60 എനിക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ സിസ്റ്റത്തിൽ ടോപ്പ് അപ്പിനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇല്ല. 20 മുതൽ 1000 വരെയുള്ള ഏത് എമൗണ്ടും നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓരോ ബൈയിങ്ങും അതിന്റെ 3 ഇരട്ടി നമുക്ക് ഇൻകം വിഡ്രോ ചെയ്യാവുന്ന രൂപത്തിലും 2 ഇരട്ടി കോയിൻ സെല് ചെയ്യാവുന്ന രൂപത്തിലേക്കും നമ്മളെ മാറ്റിയെടുക്കും. സോ സിസ്റ്റം വളരെ ജെന്യുവിൻ ആണ്, ഈസി ആക്സസിബിൾ ആണ്. വെറും 2000 രൂപ ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഒരാൾക്ക് ജോയിൻ ചെയ്യാം. വെറും 2000 രൂപ. BNB ഗ്യാസ് ഫീക്കും $20 USDTയുമായിട്ട് വയ്ക്കാൻ മാക്സിമം 2000 രൂപയെ കൂടുതൽ ഒരാൾക്ക് എക്സ്പെൻസ് വരത്തില്ല. സോ ഈ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 2000 രൂപ മതിയെങ്കിൽ ആ 2000 രൂപ കൊണ്ട് കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. പാസീവ് ഇൻകം സോഴ്സ്. ഒന്ന്, നമുക്ക് കിട്ടുന്ന കോയിൻ തന്നെയാണ്. 2000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കോയിന്റെ അപ്രിസിയേഷൻ നമുക്ക് പൈസയാണ്. 2, ഒരു പൂൾ ഇൻകം തരുന്നുണ്ട്. പൂൾ ഇൻകം തരുന്നത് ഒരിക്കലും $20, $21, $25 കിട്ടില്ല, $99 കിട്ടില്ല. $100 സിംഗിൾ ബൈ ചെയ്താൽ, അല്ലെങ്കിൽ $500 സിംഗിൾ ബൈ ചെയ്താൽ, അല്ലെങ്കിൽ $1000 സിംഗിൾ ബൈ ചെയ്താൽ. അതായത് ആദ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ വേണമെന്നില്ല കേട്ടോ. പല പ്ലാനുകളും നമ്മുടെ മുമ്പിൽ ഒരുപാട് ഹെഡേക്കുകൾ തന്നിട്ടുണ്ട്. പക്ഷെ ടെതർ ഓഷൻ ഒരു ഹെഡേക്കും തരുന്നില്ല. നിങ്ങൾ 20 ചെയ്തു, വീണ്ടും 20 ചെയ്തു, വീണ്ടും 20 ചെയ്തു, 4ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ 100 ചെയ്തത് എങ്കിൽ അന്ന് മുതൽ പൂൾ ഇൻകം സ്റ്റാർട്ട് ആവും. അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തപ്പോൾ 500 ചെയ്തു, അപ്പൊ 500ന്റെ പൂൾ ഇൻകം സ്റ്റാർട്ട് ആവും. എപ്പോഴെങ്കിലും ചെയ്തപ്പോൾ 1000 ചെയ്തു, അപ്പൊ 1000ന്റെ പൂൾ ഇൻകം സ്റ്റാർട്ട് ആവും. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരാൾക്ക് തോന്നുന്നതാണ്, ഇന്ന് തന്നെ ഞാൻ 1600 ചെയ്താലോ? ചെയ്യാം. 100 ആദ്യം ചെയ്യണം, എന്നിട്ട് 500 ചെയ്യണം, എന്നിട്ട് 1000 ചെയ്യണം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ 3 തരത്തിലുള്ള പൂൾ ഇൻകവും നിങ്ങൾക്ക് ലഭിക്കും. പൂൾ ഇൻകത്തിന് വേണ്ടി സിസ്റ്റം വച്ചിരിക്കുന്നത് 100 USDT ചെയ്യുന്നവർക്ക് 1 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 500 ചെയ്യുന്നവർക്ക് 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 1000 ചെയ്തവർക്ക് 10 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, മൊത്തം 16 പോയിന്റ്. ഇങ്ങനെ സിസ്റ്റത്തിൽ മൊത്തം എത്ര പോയിന്റ് ഉണ്ട് നോക്കും. എല്ലാ ഉച്ചയ്ക്ക് ദുബായ് ടൈം 12 മണി. ഇത് ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ പോകുന്ന ബിസിനസ് ആയതുകൊണ്ടാണ് ദുബായ് ടൈം സിസ്റ്റം പറയുന്നത്. ഇന്ത്യൻ ടൈം അനുസരിച്ച് ഉച്ചയ്ക്ക് 1:30 സിസ്റ്റം ഇതിന്റെ കാൽക്കുലേഷൻ എടുക്കും. AI ആണ് ആ കാൽക്കുലേഷൻ എടുക്കുന്നത്. നമുക്കൊരു റോളും അവിടെ ഇല്ല. ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അവിടെ ഇല്ല. സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, സിസ്റ്റം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ AI സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റം ചെയ്യുന്നത് എത്ര ഫണ്ട് ഉണ്ടെന്ന് നോക്കും. 4% ഫണ്ട് എത്രയെന്ന് നോക്കും, എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കും. ഫണ്ടിനെ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. ഒരു പോയിന്റ് വില എന്ന് പറയുന്നത് $1 എന്നാണെങ്കിൽ $100 ചെയ്താക്കോ $1 കിട്ടും, $500 ചെയ്താക്കോ $5 കിട്ടും, 1000 ചെയ്താക്കോ $10 കിട്ടും. അത് അന്നത്തെ വരുമാനം. പിറ്റേ ദിവസം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 30 സെന്റ് ആയിരുന്നു എങ്കിൽ $100 ചെയ്താക്ക് 30 സെന്റ് കിട്ടും, $500 ചെയ്താക്ക് $1.5 കിട്ടും, 1000 ചെയ്താക്ക് $3 കിട്ടും. ഇങ്ങനെ $100 ചെയ്ത ഒരാൾക്ക് $100 കിട്ടുന്നവരെ കിട്ടും, 500 ചെയ്യുന്നവർക്ക് $500 കിട്ടുന്നവരെ കിട്ടും, 1000 ചെയ്തവർക്ക് 1000 കിട്ടുന്നവരെ കിട്ടും. അങ്ങനെ ഒരു പൂൾ ഇൻകം ഈ സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ സേഫ് ആക്കാൻ ആ പൂൾ ഇൻകം മാത്രം മതി. എത്ര സമയം കൊണ്ട് കിട്ടും എന്ന് ചോദിച്ചാൽ ടേൺ ഓവറിന് ഡിപ്പെൻസ്. ടേൺ ഓവർ ആണ്, ഓരോ ദിവസവും എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ $1600 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്ക് $1600 ലൈഫിൽ ഒരു പ്രാവശ്യം എടുക്കാം. കാരണം ഇപ്പൊ $100 ചെയ്തു, വീണ്ടും ഒരു $100 ചെയ്താൽ രണ്ടാമത്തെ $100 ഇത് കിട്ടൂല, ആദ്യത്തെ $100 മാത്രമേ കിട്ടൂ, ആദ്യത്തെ $500 മാത്രമേ കിട്ടൂ, ആദ്യത്തെ $1000 മാത്രമേ കിട്ടൂ. അങ്ങനെ ലൈഫിൽ ഒരു ഐഡിയയിൽ, ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രം $1600 ഒരു പൂൾ ഇൻകം ആയിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി സിസ്റ്റം വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻകം ആക്റ്റീവ് ഇൻകം ആണ്. ലെവലിലാണ് ആ ഇൻകം കിട്ടുക. ലെവൽ ഇൻകത്തിലേക്ക് 10% ഫസ്റ്റ് ലെവൽ. അതായത് നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന എല്ലാവരും ഏത് പാക്കേജ് എടുക്കുന്നോ അതിന്റെ 10% നമുക്ക് ഇൻകമായി കിട്ടുന്നു. സെക്കൻഡ് ലെവലിൽ 5% ഉണ്ട്. തേർഡ് ലെവൽ മുതൽ ഇൻഫിനിറ്റ് ലെവലിലേക്ക്, അൺലിമിറ്റഡ് ലെവലിലേക്ക് 5 മുതൽ 20% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സിസ്റ്റം മാറ്റി വെച്ചിട്ടുണ്ട്. സോ 4% പൂൾ ഇൻകം നമ്മൾ കണ്ടു, 10% ലെവൽ ഇൻകം 14%, 5% ലെവൽ 2-ൽ 19%, 20% റാങ്ക് ലെഫ്റ്റ് ഇൻഫിനിറ്റിയിൽ, അപ്പോ 39%. ഇനി ഒരു 4% ഉണ്ട്, അത് ലീഡർഷിപ്പ് റിവാർഡാണ്. അത് റാങ്കിനെ ബേസ് ചെയ്തുള്ള ആൾക്കാർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് എന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പൂൾ ഇൻകം ആണ്. അതും എല്ലാ ദിവസവും സെയിം 1:30 സമയത്താണ് ഇന്ത്യൻ ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ടേൺ ഓവർ എത്രയും നോക്കും, അതിൽ 4% എത്രയും നോക്കും. ഓരോരുത്തർക്കും ഷെയർ ഉണ്ട്. ഗോൾഡ് ലീഡർക്ക് 1 ഷെയർ ആണ്, എമറാൾഡിക്ക് 2 ഷെയർ ആണ്, ഡയമണ്ടിക്ക് 4 ഷെയർ ആണ്. സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ ഒരു $2.5 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരാൾ ആ ടേൺ ഓവറിന്റെ 4% മാറ്റിവെക്കുമ്പോൾ $12,500 ആയി. ഡയമണ്ട് ലീഡർക്ക് $4,160 കിട്ടും. നോക്കൂ, $4,160 അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അത് വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാക്കേജ് $1000 മാക്സിമം പാക്കേജ് ഇവിടെ ഉള്ളൂ അല്ലെ. $3000 അതിൽ നിന്ന് ഇൻകം വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. സോ 1160 വിഡ്രോ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം ടോപ്പ് ചെയ്ത് പറ്റും. സോ ഡയമണ്ട് ആകും സമയത്ത് നമ്മുടെ ടേൺ ഓവർ എത്രയായിരിക്കും, ലെവൽ ഇൻകം എത്രയായിരിക്കും, ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും. സോ ഒരു ദിവസം ഒരു $5000 മുതൽ $10,000 വരുമാനം കിട്ടാനുള്ള പോസിബിലിറ്റി ഈ സിസ്റ്റത്തിൽ ഒരു ഡയമണ്ട് ക്വാളിഫിക്കേഷൻ എത്തുന്ന ആൾക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ.
ഒരു $10,000 ലെവൽ ഒരു ദിവസം എന്റെ ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ $10,000 വിഡ്രോ ചെയ്യാൻ വേണ്ടി മാത്രം മിനിമം 4 പ്രാവശ്യം $1,000 കൊണ്ട് ഞാൻ ബൈ ചെയ്തേ പറ്റൂ. ഒന്നാലോചിച്ച് നോക്കൂ, ആ $1,000 ബൈ ചെയ്യുമ്പോൾ എനിക്ക് കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും. ആ കോയിന്റെ ഹൈക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സ്പോൺസർക്ക് അതിന്റെ റെഫറൽ കമ്മീഷൻ കിട്ടുന്നുണ്ടാകും. ഈവൻ എന്റെ സ്പോൺസർ ഒരു ഒരു ഞാൻ എന്ന വ്യക്തിയെ മാത്രമാണ് സ്പോൺസർ ഉള്ളൂ എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ഞാൻ ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴെല്ലാം റെഫറൽ കമ്മീഷൻ 10%, 10%, 10% അദ്ദേഹത്തിന് കയറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഡയമണ്ട് ആണ്. അദ്ദേഹം ഒരു ലെവലും ക്വാളിഫൈ ചെയ്തിട്ടില്ല. എന്നെ മാത്രമേ സ്പോൺസർ ചെയ്തിട്ടുള്ളൂ. അതൊന്നും ഈ സിസ്റ്റത്തിൽ പ്രശ്നമല്ല. സ്പോൺസർ കമ്മീഷൻ ഫസ്റ്റ് ലെവലിൽ നിന്ന് 10% കിട്ടും, തർക്കമില്ല. പക്ഷെ ഡയമണ്ട് ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് ലെവലിൽ സ്പോൺസർ ചെയ്യുമ്പോൾ 10% അതിൽ കൂടുതൽ കിട്ടും. നോക്കാം എങ്ങനെയാണ് റാങ്ക് ക്വാളിഫൈ ചെയ്യുക. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത 2 പേരാണ് ഈ സിസ്റ്റത്തിൽ ഇപ്പൊ നിലവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. 2 പേരെ ആകെ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഓരോ ദിവസം ചെല്ലുന്തോറും ആ റാങ്കിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടാനുള്ള പോസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ സിൽവറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിച്ചു പോകുമ്പോൾ ഇത് വളരെ ഈസി പ്രോസസ് ആയിട്ട് മാറും. ഒരു വലിയൊരു അച്ചീവ്മെന്റ് ലെവലിലേക്ക് ടെതർ ഓഷൻ ഇന്ന് മാർക്കറ്റിനെ മാറ്റിമറിക്കും. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ ആകെ സിമ്പിൾ കണ്ടീഷനേ ഉള്ളൂ. $100 പേഴ്സണൽ ID, 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ്. ആ സ്പോൺസർഷിപ്പിലൂടെ $500 ഡയറക്റ്റ് റോൾ ചെയ്യാം. എളുപ്പമല്ലേ? തീർച്ചയായും. ഈ 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് എന്നുള്ളത് 5 തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. 6, 7, 8, 10, 15, 20 എത്രയെല്ലാം ആവാം. അതിലൂടെ മാത്രം ഈ $500 ബിസിനസ് ഉണ്ടായാൽ മതി. ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലൂടെ $500 ബിസിനസ് ഉണ്ടാകണം. ടോട്ടൽ ബിസിനസ് വോളിയം 5000 ആകണം. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ $100 ID എടുത്തിട്ട് 1000 ആൾക്കാർ 5 പേരെ സ്പോൺസർ ചെയ്ത് സിൽവർ അടിക്കാൻ പറ്റില്ലേ? പറ്റും. കാരണം $1000 5 പേരെ സ്പോൺസർ ചെയ്യുമ്പോൾ എല്ലാ കണ്ടീഷനും അവിടെ ആയി. $100 പാക്കേജ് ആയി, 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ആയി, ഡയറക്റ്റ് വോളിയം 500 ആയി, ടീം വോളിയം 5000 ആയി. സിൽവർ ആയി. സിൽവർ ആയാൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം സ്റ്റാർട്ട് ആകുകയാണ്. 3ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം 5%. പക്ഷെ സിൽവർ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ സ്പോൺസർ ചെയ്താൽ 10% ഫസ്റ്റ് ലെവലിൽ ഇൻകം കിട്ടും, 5% സിൽവറിന്റെ ഇൻകം കിട്ടും, മൊത്തം 15% കിട്ടും. അപ്പൊ $1000 ബിസിനസ് ആണ് അപ്പോൾ എടുക്കുന്നെങ്കിലോ $150 നമ്മുടെ ഇൻകം ആയി. $150 എന്നൊക്കെ പറയുമ്പോൾ INR കൺവേർട്ട് ചെയ്താൽ ചെറിയ സംഖ്യ ഒന്നും അല്ല അല്ലേ? അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കൈനിറയെ പണമാണ്. അത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല മേഖലയിലൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്ന് എത്തിപ്പെടാൻ, ഒന്ന് ടച്ച് ചെയ്യാൻ ഒരുപക്ഷെ പല സിസ്റ്റങ്ങളും പല ആളുകളെയും എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് ഈവൻ ആകും, എന്റെ ലൈഫിൽ ഇനി ഞാൻ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് മാറാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ ആ സിസ്റ്റം എന്നിൽ നിന്ന് പോയിട്ടുണ്ടാവും. ടെതർ ഓഷനിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പിക്കാം. അത്ര ജെന്യുവിൻ ആയിട്ടുള്ള സിസ്റ്റമായിട്ട് നമ്മുടെ മുമ്പിൽ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് സിൽവറും ഗോൾഡും എമറാൾഡും ഡയമണ്ടും എല്ലാം ക്വാളിഫൈ ചെയ്ത് ഡെയിലി ഒരു $10,000 വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ സാധിക്കും. ഗോൾഡ് റാങ്കിലൊക്കെ തന്നെ സിസ്റ്റം പറയുന്ന ഇത്രയേ ഉള്ളൂ. വേറെ ഡയറക്റ്റ് റെഫറൽ കണ്ടീഷൻസ് ഒന്നുമില്ല. നമ്മുടെ 5 സ്പോൺസർഷിപ്പിൽ അല്ലെങ്കിൽ 6, 8, 10 എത്ര സ്പോൺസർഷിപ്പ് ആണോ അതിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ സിൽവർ വരുമ്പോൾ തന്നെ $5000 ബിസിനസ് വരും അല്ലേ? ഇപ്പൊ 2 സിൽവർ എന്ന് പറഞ്ഞാൽ $10,000 ബിസിനസ് ആയി. ടോട്ടൽ ബിസിനസ് ഓളി 25,000 എത്തുക. നമ്മൾ ഗോൾഡ് റാങ്ക് ആയി. ഗോൾഡ് റാങ്ക് ആയാൽ 10% അൺലിമിറ്റഡ് ലെവലിൽ ഇൻകം മാറുകയാണ്. കൂടാതെ ലീഡർഷിപ്പ് പൂൾ ഇൻകം ഒരു ഷെയറും കിട്ടും ഗോൾഡ് റാങ്ക് എത്തിയാൽ. എമറാൾഡ് എത്തുമ്പോഴോ 2 ഗോൾഡ് 1,000, $1 ലക്ഷം ബിസിനസ്. പക്ഷെ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞാൽ $25,000 ബിസിനസ് ആണ്. 2 ഗോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ $50,000 ബിസിനസ് അവിടെ വന്നു കഴിഞ്ഞു. ബാക്കി $50,000 ബിസിനസ് വന്നാൽ എമറാൾഡായി. നോക്കൂ, 15% നമ്മുടെ ലെവൽ മാറുകയാണ്. ഇൻകം അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം 15% മാറുകയാണ്. ഡയമണ്ട് ആകാൻ 2 എമറാൾഡ് $5 ലക്ഷം ബിസിനസ്. സിമ്പിൾ കാൽക്കുലേഷൻ. 20% നമ്മൾ ഇൻകം മാറ്റിയെടുക്കാം. സോ ഒരു ഡയമണ്ട് ക്വാളിഫൈ ചെയ്താൽ $5 ലക്ഷം ബിസിനസ്. $5 ലക്ഷം ബിസിനസ് എത്രയായി? ഒരു 90 രൂപ പ്രകാരം USDT കാൽക്കുലേഷൻ എടുത്താൽ $45 ലക്ഷം ബിസിനസ് അല്ലേ? ആ ബിസിനസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയ ഒരു ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ ആശയം സംതിങ് ഡിഫറെന്റ് ആണ്. ആർ യു റെഡി ഫോർ ദിസ് ചേഞ്ച്? ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? ഈ മാറ്റം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പ്രോസസ് ഒന്നല്ല. ഇറ്റ്സ് എ പ്രോസസ്, നോട്ട് ആൻ ഇവന്റ്. അതൊരു ഇവന്റ് അല്ല. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ സംഭവിക്കുന്ന കാര്യമല്ല. അതൊരു പ്രോസസ്സാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇറ്റ്സ് മൈ ബൈ ഇൻഡിവിജ്വൽസ് ഫസ്റ്റ്. ആളുകളിലാണ് ഈ മാറ്റം സംഭവിക്കുക. ഇപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞു. നമുക്ക് കണ്ടു 574 ആളുകൾ വന്നു കഴിഞ്ഞു. ഇത് 5000 ആളുകളിലേക്ക് എത്തുമ്പോൾ, 50,000 ആളുകളിലേക്ക് എത്തുമ്പോൾ, 5 ലക്ഷം ആളുകളിലേക്ക് എത്തുമ്പോൾ ഈ 500 ചില ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും?
സോ ഇനി വരാൻ പോകുന്ന ആയിരക്കണക്കിന് 2000, 3000, 4000 റേഞ്ചിലൊക്കെ വരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? സോ ഇൻഡിവിജ്വൽസിൽ നിന്ന് വലിയൊരു സാമ്രാജ്യത്തിലേക്ക് ഇത് മാറുകയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണാലിറ്റി സിസ്റ്റം മാറുകയാണ്. ഇസ് എൻ ഹൈലി പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ മാറ്റം എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, റിയലി നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എൻഷ്യൽ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇൻ ദ ഫീലിംഗ്സ് ആൻഡ് സ്കിൽ. നമ്മുടെ കഴിവുകളെ, നമ്മുടെ ഫീലിങ്സിനെ നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ചെതറോഷിന്റെ സയൻസ് മനസ്സിലാക്കിക്കൊണ്ട് മാർക്കറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ടെക്നോളജിയും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ള കൈകോർക്കലാണ്. ചെതറോഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കൈ നമുക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും അതിന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുക, USDT അക്യുമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ബിൽഡ് എ സോളിഡ് ടീം ബിൽഡ് ചെയ്യുക. എങ്ങനെയാണ് സോളിഡ് ടീം ബിൽഡ് ചെയ്യേണ്ടത്? 5 റയർ റഫറൽ, അതിൽ ഏതെങ്കിലും 2 ലെഗിൽ സിൽവറെ ക്രിയേറ്റ് ചെയ്യുക, അവരെ തന്നെ ഗോൾഡ് ആക്കി മാറ്റുക, അവരെ തന്നെ എമറാൾഡ് ആക്കി മാറ്റുക, അവരെ ഡയമണ്ട് ആക്കി മാറ്റുക. സോ കഴിഞ്ഞു. ബാക്കി എല്ലാ ലെഗിലൂടെയും കിട്ടുന്ന ഇൻകം എല്ലാം നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. താങ്ക് യു. ഈ പ്രസന്റേഷൻ ഈ ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഈ സിസ്റ്റം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ ഈ മീറ്റിംഗ് ഹാളിലുള്ള നിരവധി ആൾക്കാരിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാകും. സോ അതിലേക്ക് നയിക്കുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് ഇനിയും ലഭിക്കുന്നുണ്ടാകും. സോ ഓവർ ടു ശിവദാസ് സാർ.